ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാത്ലീൻ എന്ന ഒരു അഭിഭാഷകയെയാണ് കാണിക്കുന്നത്. ഒരു ദിവസം പോളി എന്നു പേരുള്ള ഒരു യുവതി തൻ്റെ കുറച്ച് സങ്കടങ്ങൾ പറയാനായി കാത്ലീൻ്റെ പക്കലേക്കെത്തി. താനൊരു നാനിയായി ജോലി ചെയ്യുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് എൻ്റെ ജോലി നഷ്ടമായി. അതിനാൽ തന്നെ ഇപ്പോഴുള്ള ചിലവുകൾ താങ്ങാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല. എന്നാൽ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥൻ വാടക കൂട്ടണമെന്ന് നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് താങ്ങാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം, പോളി അപേക്ഷിച്ചു. കാത്ലീൻ തനിക്കാവുന്നതുപോലെ പോളിയെ നിയമപരമായി ഗൈഡ് ചെയ്തു. ആ സംസാരത്തിനിടയിൽ കാത്ലീൻ ഗർഭിണിയാണെന്നുള്ള കാര്യം പോളി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞുള്ള രംഗങ്ങളാണ്. കാത്ലീൻ ഇപ്പോൾ ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകിയിരിക്കുകയാണ്. അവൾക്ക് മറ്റൊരു മൂത്ത മകൾ കൂടിയുണ്ട്. വീട്ടുജോലികൾ, 2 കുട്ടികളെ നോക്കൽ, കൂടെ തൻ്റെ ഔദ്യോഗിക ജോലികൾ, ഇതെല്ലാം കൂടി കൊണ്ടുപോകാൻ കാത്ലീൻ വളരെയധികം പാടുപെടുകയായിരുന്നു. അവളുടെ വീട് മെയിൻ റോഡിൻ്റെ സമീപത്തായതുകൊണ്ട് തന്നെ കുട്ടികളെങ്ങാനും പുറത്തിറങ്ങി അപകടത്തിൽപ്പെടുമോ എന്ന ഭയം എപ്പോഴും അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തൻ്റെ 2 മക്കളെയും കൂട്ടി റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് മാർക്കറ്റിൽ വെച്ച് അവൾ വീണ്ടും പോളിയെ കണ്ടുമുട്ടുന്നത്. അവർ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ കാത്ലീൻ്റെ മകൾ അവിടെ കുസൃതികൾ കാട്ടി അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട പോളി പറഞ്ഞു, കുട്ടികളെ നോക്കാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാനൊരു നാനിയാണ്. ഇപ്പോൾ എനിക്ക് ജോലിയൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ജോലിക്കെടുക്കാം. കാത്ലീനെ അത് വലിയ ആശ്വാസമായി തോന്നിയെങ്കിലും അപരിചിതയായ ഒരാളെ പെട്ടെന്ന് വീട്ടിൽ നിർത്താൻ അവൾ ഭയപ്പെട്ടു. അവളുടെ പേടി മനസ്സിലാക്കിയ പോളി പറഞ്ഞു, ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് വിളിച്ച് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അന്വേഷിക്കാവുന്നതാണ്. പോളി നൽകിയ നമ്പറിൽ കാത്ലീൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ വീട്ടമ്മ പോളിയെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. പോളി തൻ്റെ കുട്ടികളെയും വീടിനെയും അത്രയേറെ സ്നേഹത്തോടെയാണ് നോക്കിയതെന്നും എന്നാൽ ഇപ്പോൾ കുട്ടികൾ വലുതായതുകൊണ്ട് അവളുടെ ആവശ്യമില്ലെന്നും അതുകൊണ്ട് മാത്രമാണ് അവളെ പറഞ്ഞു വിട്ടതെന്നും ആ സ്ത്രീ അവളോട് പറഞ്ഞു. അതോടെ കാത്ലീനെ പോളിയെ വിശ്വാസമായി. ശേഷം കാത്ലീനും ഭർത്താവും പോളിയെ തങ്ങളുടെ വീട്ടിൽ ജോലിക്കായി നിയമിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. തൻ്റെ 2 മക്കളും പോളിയുമായി വളരെ അടുത്തു എന്നത് കാത്ലീനെ സന്തോഷിപ്പിച്ചു. ഒരു ദിവസം കാത്ലീൻ തൻ്റെ ഭർത്താവിനോടും പോളിയോടും പറഞ്ഞു, എൻ്റെ കുറച്ച് സഹപ്രവർത്തകർ ഭക്ഷണത്തിന് വരുന്നുണ്ട്. അവർക്കുള്ള ഭക്ഷണം മുഴുവൻ ഞാൻ തന്നെ തയ്യാറാക്കും. അടുക്കളയിൽ ആരും സഹായിക്കാൻ പോലും വരാൻ പാടില്ല. എന്നാൽ ആ സമയത്ത് വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഇടയ്ക്കിടെ പോളി അടുക്കളയിൽ കയറുന്നുണ്ടായിരുന്നു. കാത്ലീൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിൽ രഹസ്യമായി അവൾ എന്തോ കലർത്തിയിരുന്നു. വിരുന്നുകാർ എത്തിയപ്പോൾ എല്ലാവരും ഭക്ഷണം വളരെയേറെ ആസ്വദിച്ച് കഴിച്ചു. കൂട്ടത്തിൽ പോളിയും അവരോടൊപ്പം ചേർന്നിരുന്നു. കാത്ലീൻ്റെ സുഹൃത്ത് പോളിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ വളരെ ദരിദ്രയാണെന്നും കുടുംബമില്ലാത്തവളാണെന്നും അവൾ പറഞ്ഞു. നഗരത്തിലെ ചിലവ് താങ്ങാൻ കഴിയാത്തതുകൊണ്ട് താൻ തിരികെ ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അവൾ സങ്കടത്തോടെ അറിയിച്ചു. ഇത് കേട്ട് കാത്ലീൻ അത്ഭുതപ്പെട്ടു. നീ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നാൽ ആ സമയത്ത് കൂടുതൽ ചർച്ചകളിലേക്ക് പോകാതെ അവർ വിഷയം മാറ്റി. അന്ന് രാത്രി കാത്ലീൻ തൻ്റെ സുഹൃത്തുക്കളെ വീട്ടിൽ തന്നെ താമസിക്കാൻ നിർബന്ധിച്ചു. എന്നാൽ രാത്രിയായതോടെ പോളി ഒഴികെ എല്ലാവരുടെയും ആരോഗ്യനില മോശമായി. പോളി മാത്രം ആ സൂപ്പ് കുടിച്ചിരുന്നില്ല. ബാക്കി എല്ലാവരും അത് കുടിച്ചിരുന്നു. അവളാണല്ലോ അതിൽ മരുന്ന് കലർത്തിയിരുന്നത്. പക്ഷേ ആരും പോളിയെ സംശയിച്ചില്ല. താൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിലെ എന്തോ തകരാറാണ് ഇതിന് കാരണമെന്നാണ് കാത്ലീൻ കരുതിയിരുന്നത്. അവളങ്ങനെ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങി. തനിക്ക് മക്കളെ നോക്കാനോ മറ്റുള്ളവർക്ക് നല്ല ഭക്ഷണം നൽകാനോ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവൾ കരഞ്ഞു. ഇത് കണ്ട് പോളി അടുത്തെത്തി അവളെ ആശ്വസിപ്പിച്ചു. ഈ കരുണ നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ മക്കളുടെ പോലെ കാത്ലീൻ്റെയും ഹൃദയത്തിൽ പോളി ഇടം പിടിച്ചു. പോളിയെപ്പോലെ വിശ്വസ്തയായ ഒരു നാനിയെ ഇനി കിട്ടില്ലെന്ന് ഉറപ്പിച്ച കാത്ലീൻ അവളോട് പറഞ്ഞു, നീ ഇനി ഗ്രാമത്തിലേക്ക് പോകേണ്ടതില്ല. നീ ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ തന്നെ താമസിച്ചോളൂ. അങ്ങനെയാകുമ്പോൾ നിനക്ക് സുരക്ഷിതമായൊരിടവും ജോലിക്ക് വരാൻ സൗകര്യവുമാവും. പോളി ആഗ്രഹിച്ചിരുന്നത് അതുതന്നെയായിരുന്നു. അവൾ ഉടൻ തന്നെ സമ്മതിച്ചു. പോളി വീട്ടിൽ സ്ഥിരമായതോടെ കാത്ലീൻ്റെ ജീവിതം ട്രാക്കിലായി. ജോലിയിലും അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇതിനിടയിൽ പോളി തൻ്റെ ക്രൂരമായ കളി തുടങ്ങിയിരുന്നു. അവൾ കാത്ലീൻ്റെ മൂത്ത മകളെ അമ്മയ്ക്കെതിരെ തിരിക്കാൻ തുടങ്ങി. നിൻ്റെ അമ്മ വളരെ മോശമാണ്, പുറമേ നല്ലവളാണെന്ന് നടിക്കുകയാണ്. ഇന്നലെ അവൾ നിന്നെ വഴക്ക് പറഞ്ഞില്ലേ?
നിനക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും വാങ്ങിത്തരാറില്ലല്ലോ എന്നിങ്ങനെയുള്ള കള്ളങ്ങൾ അവൾ കുട്ടിയുടെ മനസ്സിൽ നിറച്ചു. ഇതിൻ്റെ ഫലമായി ഒരു ദിവസം ഡൈനിങ് ടേബിളിൽ വെച്ച് ആ പെൺകുട്ടി തൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ അത്ര നല്ല ആളൊന്നുമല്ല. അമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടതൊന്നും വാങ്ങിത്തരാറില്ല. എനിക്ക് വലുതാകുമ്പോൾ അമ്മയെപ്പോലെയല്ല, പോളിയെപ്പോലെയാകാനാണ് താല്പര്യം. സ്വന്തം മകളുടെ ഈ വാക്കുകൾ കേട്ട് കാത്ലീൻ്റെ ഹൃദയം തകർന്നു. ആ സമയത്ത് അവൾ ഭർത്താവിൻ്റെ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അയാൾ പോലും പോളിയുടെ പക്ഷം ചേർന്ന് കാത്ലീനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് കാത്ലീനെ വല്ലാതെ തളർത്തിയിരുന്നു. അവൾ ദുഃഖിതയായി തൻ്റെ മുറിയിലേക്ക് പോയി. ഒടുവിൽ ഭർത്താവ് വന്ന് അവളോട് ക്ഷമ ചോദിച്ചു. ഞാൻ പറഞ്ഞത് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, പക്ഷേ പോളിയെ നീ തെറ്റിദ്ധരിക്കുകയാണ്. അവൾ വളരെ നല്ലവളാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ കുട്ടികളും ഭർത്താവും പോളിയുമായി കൂടുതൽ അടുക്കുകയാണ്. പോളിയുടെ കെയറിങ് കണ്ട് കാത്ലീനെ അവളോട് ഒരു തരം അരക്ഷിതാവസ്ഥയും അസൂയയും തോന്നി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ന്യൂ ഇയർ ദിനമെത്തി. പടക്കം പൊട്ടിക്കുന്നത് കാണാൻ എല്ലാവരും പോയി തിരിച്ചു വന്നപ്പോൾ കാത്ലീൻ തൻ്റെ മകളുടെ മുറിയിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ചില ശബ്ദങ്ങൾ കേട്ടു. പരിഭ്രാന്തിയോടെ ഓടി അവൾ മുറിയിലെത്തിയപ്പോൾ കാണുന്നത് മകൾ വല്ലാതെ പേടിച്ച് വിറച്ചിരിക്കുന്നതാണ്. അവളുടെ മുറിയിൽ ഒരുപാട് പടക്കങ്ങളുണ്ടായിരുന്നു. തൻ്റെ മകൾക്ക് പടക്കങ്ങൾ വാങ്ങി നൽകിയതിന് അവൾ ഭർത്താവിനെയും പോളിയെയും രൂക്ഷമായി വഴക്ക് പറഞ്ഞു. പോളി ഉടൻ തന്നെ ക്ഷമ ചോദിച്ചു. അവൾ പറഞ്ഞു, എനിക്കറിയില്ലായിരുന്നു അവൾ ഇത്രയധികം പേടിക്കുമെന്ന്. അവളത് ആസ്വദിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ കാത്ലീൻ്റെ ദേഷ്യം അടങ്ങിയില്ല. എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിലോ? നീ അതൊന്നും ചിന്തിച്ചില്ല. നിനക്കെൻ്റെ കുട്ടികളെ നോക്കാൻ കഴിയില്ലെന്ന് നീ തെളിയിച്ചു. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ എവിടെ നിന്നും പോകണം. കാത്ലീൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നെങ്കിലും പോളി അപ്പോഴേക്കും കുട്ടികളെയും ഭർത്താവിനെയും കയ്യിലെടുത്തിരുന്നു. അതിനാൽ തന്നെ അവളുടെ തീരുമാനത്തിനെതിരെ കുട്ടികളും ഭർത്താവും രംഗത്തു വന്നു. പോളിയെ അവിടെ തന്നെ നിർത്താൻ അവളെ നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ കാത്ലീൻ കൂടുതൽ ഒറ്റപ്പെട്ടു. കാത്ലീൻ്റെ ദേഷ്യം നിയന്ത്രണാതീതമായി. മകൾക്ക് അപകടം സംഭവിക്കുമായിരുന്നു എന്ന ചിന്ത അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അവൾ പോളിയെ ആ നിമിഷം തന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി. പോളി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയെങ്കിലും അതോടെ കാത്ലീൻ്റെ കുടുംബം അവൾക്കെതിരെ പൂർണ്ണമായും തിരിയുകയാണ്. തൻ്റെ മകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ഭർത്താവിനെയെങ്കിലും സത്യം മനസ്സിലാക്കിപ്പിക്കാൻ അവൾ ശ്രമിച്ചു. പോളി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരാളല്ല. അവളുടെ ഉദ്ദേശങ്ങൾ അത്ര നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവളെ ഞാൻ പുറത്താക്കിയത്, കാത്ലീൻ പറഞ്ഞു. എന്നാൽ അവളുടെ ഭർത്താവ് ഒന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പകരം അയാൾ കാത്ലീനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. താൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ തന്നെ കാത്ലീൻ തീരുമാനിച്ചു. ഒരു അഭിഭാഷകയായ അവൾ സമർത്ഥമായ ഒരു പ്ലാൻ തയ്യാറാക്കി. അതിൻ്റെ ഭാഗമായി അവൾ പോളിയെ ചെന്ന് കണ്ട് ക്ഷമ ചോദിക്കുകയും അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇത് കണ്ട് വീട്ടുകാർ ഏറെ സന്തോഷിച്ചെങ്കിലും കാത്ലീൻ്റെ ഉള്ളിൽ മറ്റൊരു പദ്ധതിയുണ്ടായിരുന്നു. അവൾ തൻ്റെ സുഹൃത്തും ഡിറ്റക്റ്റീവുമായ സ്റ്റുവർട്ടിനെ സഹായത്തിനായി വിളിച്ചു. പോളിയുടെ യഥാർത്ഥ വിവരങ്ങൾ ശേഖരിക്കാനും അവൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് കണ്ടെത്താനും അവൾ സ്റ്റുവർട്ടിനെ ഏൽപ്പിച്ചു. ഒരു ദിവസം പോളി വീട്ടിലില്ലാത്ത സമയം നോക്കി സ്റ്റുവർട്ട് അവളുടെ മുറിയിൽ കയറി. അയാൾ അവിടെ പരിശോധന നടത്തി. അവൻ അവിടെ നിന്ന് ചില പ്രധാനപ്പെട്ട രേഖകൾ ലഭിച്ചു. അതെടുത്തുകൊണ്ട് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച സ്റ്റുവർട്ടിനെ പോളി കൈയോടെ പിടികൂടി. എന്നാൽ വിചിത്രമെന്ന് പറയട്ടെ, തൻ്റെ മുറിയിൽ നിന്ന് എന്തോ മോഷ്ടിച്ചെന്നറിഞ്ഞിട്ടും പോളി അവനെ തടഞ്ഞില്ല. അവൾ അയാളെ പോകാൻ അനുവദിച്ചു. തിരികെ വീട്ടിലെത്തിയ സ്റ്റുവർട്ട് ആ രേഖകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് കണ്ടെത്തിയത്. അവൻ ഉടൻ തന്നെ പോളിയെ വിളിച്ചു. തന്നെ ജോലി ഏൽപ്പിച്ച കാത്ലീനെ വിളിക്കുന്നതിനു പകരം അവൻ പോളിയെയാണ് വിളിച്ചത്. അതേസമയം കാത്ലീനും വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അവൾ പോളി നല്ല യുവതിയാണെന്ന് തന്നെ വിളിച്ചു പറഞ്ഞിരുന്ന പഴയ റിഹാബ് സെൻറ്ററിൻ്റെ ഉടമസ്ഥയെ ചെന്ന് കണ്ടു. അവിടെ വെച്ച് അവൾ അറിഞ്ഞ സത്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പോളി ഒരിക്കലും ഒരു നാനിയായി ജോലി ചെയ്തിരുന്നില്ല. പോളി മയക്കമരുന്നിന് അടിമയായിരുന്നു. ആ റിഹാബ് സെൻറ്ററിലെ ഉടമസ്ഥയെ കൊണ്ട് കള്ളം പറയിപ്പിച്ചാണ് അവൾ കാത്ലീൻ്റെ വീട്ടിൽ ജോലിക്ക് കയറിയിരുന്നത്. ഈ ചതി മനസ്സിലാക്കിയ കാത്ലീൻ തകർന്നുപോയി. അവൾ ഉടനെ തന്നെ ഭർത്താവിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അപ്പോഴും അയാൾ പോളിയെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഒരു ജോലിക്ക് വേണ്ടി ആ പാവം ചെറിയ കള്ളം പറഞ്ഞെന്നേയുള്ളൂ, അതിലിത്ര വലിയ തെറ്റൊന്നുമില്ല എന്നായിരുന്നു അയാളുടെ മറുപടി. ഈ സമയം പോളി സ്റ്റുവർട്ടിനെ കാണാനായി അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് എത്തിയിരുന്നു. സ്റ്റുവർട്ട് അവളെ റബേക്ക എന്നാണ് വിളിച്ചത്.
പോളിക്കതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. സ്റ്റുവർട്ട് കണ്ടെത്തിയ കാര്യങ്ങൾ ഇതായിരുന്നു. കാത്ലീൻ്റെ യഥാർത്ഥ പേര് കാത്ലീൻ എന്നല്ല, ജെന്നിഫർ എന്നാണ്. വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു നഗരത്തിൽ വെച്ച് കാത്ലീൻ താൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു വീടിനെ തീയിട്ടിരുന്നു. ആ അപകടത്തിൽ ഒരു കുടുംബം മുഴുവൻ വെന്തു മരിച്ചു. റബേക്ക എന്ന കൊച്ചു പെൺകുട്ടി മാത്രമാണ് രക്ഷപ്പെട്ടിരുന്നത്. ആ റബേക്കയാണ് ഇന്നത്തെ പോളി. കാത്ലീൻ പോലീസിനോട് പറഞ്ഞത് റബേക്കയുടെ അച്ഛൻ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വീടിനെ തീയിട്ടത് എന്നാണ്. തൻ്റെ കുടുംബത്തെ തകർത്ത കാത്ലീനോട് പ്രതികാരം ചെയ്യാനാണ് പോളി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിനക്ക് എല്ലാം മനസ്സിലായല്ലോ, ഇനി നീ എന്തു ചെയ്യുമെന്ന് പോളി സ്റ്റുവർട്ടിനോട് ചോദിച്ചു. സ്റ്റുവർട്ട് അവളെ ശാന്തമാക്കാനായി ശ്രമിച്ചു. നീ ഈ പക ഉപേക്ഷിക്കണം. കാത്ലീൻ നിന്നോട് ക്ഷമ ചോദിക്കും. നിനക്ക് ജീവിക്കാൻ ആവശ്യമായ പണം അവൾ നൽകും എന്നവൻ അവളോട് പറഞ്ഞു. പോളി അതൊക്കെ സമ്മതിക്കുന്നത് പോലെ അഭിനയിച്ചെങ്കിലും അടുത്ത നിമിഷം ഒരു ബേസ്ബോൾ ബാറ്റെടുത്ത് സ്റ്റുവർട്ടിൻ്റെ തലയ്ക്കടിച്ച് അവൾ അവനെ കൊലപ്പെടുത്തി. തെളിവുകളെല്ലാം നശിപ്പിച്ച ശേഷം അവൾ ആ ഒരു മൃതശരീരം ഒളിപ്പിച്ചു. പിന്നീട് പോലീസിന് സ്റ്റുവർട്ടിൻ്റെ മൃതശരീരം ലഭിച്ചപ്പോൾ കാത്ലീൻ ആകെ തകർന്നുപോയി. പോളിയാണ് കൊലപാതകിയെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും പോലീസ് അത് വിശ്വസിച്ചില്ല. വീട്ടിലെത്തിയ കാത്ലീൻ പോളിയെ വീട്ടിൽ നിന്നും വലിച്ചഴിച്ച് പുറത്താക്കാനായി ശ്രമിച്ചു. ഈ ബഹളത്തിനിടയിൽ മകൾ എമ്മയ്ക്ക് പരിക്കേറ്റിരുന്നു. കാത്ലീന് ഭ്രാന്ത് പിടിച്ചെന്ന് കരുതിയ ഭർത്താവ് അവളെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തി. പിന്നീട് തൻ്റെ മകൾ ഫുട്ബോൾ മാച്ചിന് പോയപ്പോൾ കാത്ലീൻ അവളെ കാണാനായി ചെന്നു. അവിടെ വെച്ച് അവളുടെ മകൾ ഒരു പഴയ പത്രവാർത്ത കാത്ലീന് നൽകി. പോളിയുടെ മുറിയിൽ നിന്നും ലഭിച്ചിരുന്ന ആ വാർത്തയിൽ അവളുടെ കുടുംബം തീപിടുത്തത്തിൽ മരിച്ചതിനെക്കുറിച്ച് എഴുതിയിരുന്നു. അത് വായിച്ചതോടെ കാത്ലീനെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. പോളി തന്നെ കൊല്ലാൻ വന്ന റബേക്കയാണെന്ന് അവൾ ഉറപ്പിച്ചു. ഉടൻ തന്നെ അവൾ വീട്ടിലേക്ക് പാഞ്ഞു. കാത്ലീൻ വീട്ടിലേക്കെത്തി പോളിയോട് മാപ്പ് ചോദിച്ചു. നീ റബേക്കയാണെന്ന് എനിക്കറിയാം. അന്ന് നിൻ്റെ കുടുംബത്തെ വധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. നിൻ്റെ അച്ഛൻ എന്നോട് ചെയ്ത ക്രൂരതയോടുള്ള ദേഷ്യത്തിലാണ് അത് സംഭവിച്ചത് എന്നവൾ കരഞ്ഞുകൊണ്ട് പോളിയോട് പറഞ്ഞു. എന്നാൽ പോളി വഴങ്ങിയില്ല. അന്ന് നിൻ്റെ കള്ളം പോലീസ് വിശ്വസിച്ചു, പക്ഷേ ഇന്ന് ഞാൻ നിൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു പോളി കാത്ലീനെ കത്തികൊണ്ട് ആക്രമിച്ചു. പോരാട്ടത്തിനൊടുവിൽ തൻ്റെ ചെറിയ മകളെയും കൊണ്ട് കാത്ലീൻ കാറിലേക്ക് ഓടിക്കയറി. പോളി ആ കാറിൻ്റെ ഗ്ലാസ് തകർക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമിത വേഗതയിൽ വന്ന മറ്റൊരു കാർ പോളിയെ ഇടിച്ചു തെറിപ്പിച്ചു. ആ അപകടത്തിൽപ്പെട്ട് പോളി തലക്ഷണം മരിച്ചു. കാത്ലീൻ്റെ ഭർത്താവ് അവിടെ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഒടുവിൽ തൻ്റെ ഭാര്യ പറഞ്ഞതായിരുന്നു സത്യമെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ വീണ്ടും തങ്ങളുടെ പഴയ സന്തോഷകരമായ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ മറ്റൊരു ഭയാനകമായ സംഭവം അരങ്ങേറുകയാണ്. കാത്ലീൻ്റെ മൂത്ത മകൾ പോളിയെക്കുറിച്ച് വളരെ വാചാലയായി സംസാരിക്കുന്നു. പോളി പഠിപ്പിച്ചിരുന്ന തെറ്റായ സന്ദേശങ്ങൾ അവൾ അനിയത്തിയോട് പറയുകയാണ്. പോളി ആ കുട്ടിയെ തന്നെപ്പോലെ തന്നെ ഒരു സൈക്കോയാക്കി മാറ്റിയിരുന്നു. അവൾ പോളിയെ അനുകരിക്കുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.